ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നത്തെ ഒരു നല്ലൊരു ഈവനിങ് ആണ്. അപ്പോൾ മഴയൊക്കെ പെയ്ത് ഞങ്ങളിങ്ങനെ വെളിയിലേക്ക് പറമ്പിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പതിവ് പോലെ അങ്ങോട്ടൊക്കെ എൻ്റർടൈൻമെൻ്റ് ആയ മുളക് പറിക്കലാണ് ആദ്യം തന്നെ. അവനൊരു ഉച്ചയ്ക്ക് കിടന്നുറങ്ങി കഴിഞ്ഞൊരു 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് നേരെ നമ്മുടെ മുറ്റത്തേക്ക് വന്ന് സമയത്താകുമ്പോൾ 4 മണിക്കത്തെ കഴിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ ചെടികളും ഒക്കെ കണ്ടിരിക്കും. ഇത് നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമാറോ ഇതെന്താണെന്നറിയാവോ? ഇത് കണ്ടോ, ഒരു ചെടിയിൽ വൈറ്റും വയലറ്റും സൺഡേ മൺഡേ. ഇതാണ് ഇത് നമുക്ക് ഒത്തിരി പൂത്തിട്ടുണ്ട്. വെയിൽ കിട്ടണം നല്ലപോലെ. അത് കഴിഞ്ഞ് അങ്ങോട്ടിൻ്റെ കാലിൽ നാക്കും കിട്ടാം. ഇന്ന് വൈറ്റ് ആണെങ്കിൽ നാളെ വയലറ്റ് അല്ലേ? എൻ്റെ ഇവിടെ വെട്ടാൻ സമ്മതിക്കത്തില്ല. നമുക്ക് നെയിൽ കട്ടർ വെച്ച് ഈ ട്രിമ്മർ വെച്ച് നമ്മൾ കുഞ്ഞിലെ വിട്ടേ വെട്ടുന്നത്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. കുഞ്ഞുങ്ങളുള്ള എല്ലാവരും മേടിച്ച് വെക്കേണ്ട നല്ലൊരു പ്രോഡക്റ്റാണ്. നമ്മൾ കൊടുക്കുന്ന കാശിന് ഇപ്പം അതിന് 2.25 വയസ്സായി. ഇപ്പോൾ അത് തന്നെ ഇട്ടാണ് വെട്ടുന്നത് നമ്മൾ. അതിന് പല ഇതുണ്ട്. അതിട്ട് നമുക്ക് മാറ്റി കളർ മാറ്റി വെട്ടിയെടുക്കാൻ പറ്റും. ഇതൊരു അടിപൊളി പ്രോഡക്റ്റ്. ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ആവശ്യമുള്ളവർ ലിങ്കിൽ കയറി മേടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ അങ്ങോട്ടിൻ്റെ നഖമൊക്കെ വെട്ടി അവനോട് കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുക. അനങ്ങാതിരിക്കുന്ന അതിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് പേടിച്ചിരിക്കില്ല. ഞാൻ സമ്മതിക്കത്തില്ല. നീ എന്ത് ചെയ്താൽ നഖം വെട്ടാൻ? പിന്നെ നമ്മൾ നഖമൊക്കെ വെട്ടി ചിലയ്ക്കൊന്ന് ഈ പ്രോഡക്റ്റിൽ നമുക്ക് 6 കളറാണ് വരുന്നത്. ഓരോ പ്രായത്തിനനുസരിച്ച് കട്ടി കൂടുന്നതനുസരിച്ച് നമുക്ക് മാറ്റി ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിള്ളേർക്ക് ഇറിറ്റേഷനോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളിത് ബാറ്ററിയിലാണ് ഇത് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബാറ്ററിയൊക്കെ ഇട്ട് കുഞ്ഞിൻ്റെ ഇപ്പോൾ അവന് വേണ്ടത് ആഷ് കളറാണ്. അപ്പോൾ നമ്മൾ ആഷ് കളറിലെ പിന്നൊക്കെ വെച്ച് നമ്മൾ നഖം നല്ല വൃത്തിയായിട്ട് വെട്ടി കൊടുക്കാം. വിശക്കുള്ളതുകൊണ്ട് നമ്മൾ ഇഡലിയും ഒക്കെയാണ് കൊടുത്തത്. നമുക്ക് വെളിയിലോട്ട് ഇറങ്ങണം, പറമ്പിലേക്ക്. എന്തെന്നില്ലാത്തൊരു സന്തോഷം ഓടിച്ചു കിട്ടുമ്പം. പക്ഷെ അവൻ പോവില്ല കേട്ടോ, എപ്പോഴും അവൻ്റെ കൂടെ തന്നെ. ാകുമ്പോൾ വാതിക്ക വന്നിരിക്കും. വേറെ കോഴികളോടൊന്നും അല്ല കൂട്ട്. അവൻ്റെ കൂട്ടുകാരൻ നിഹാൻകുട്ടനാണ്. പിന്നെ നമ്മുടെ മീനുകൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. അവരെയൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞു. അവർ ഫുഡ് കൊടുക്കാറാകുമ്പോഴത്തേക്കിനും നമ്മുടെ അടുക്ക വരും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ബാക്കിയുള്ള ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്ന കണ്ടിട്ടാണോ എന്തോ എല്ലാവരും കൂടെ റെഡിയായിട്ട് നിന്ന് തരികയാണ്. അത് കഴിഞ്ഞ് അവർ ഫോട്ടോ വേണ്ട, അവൻ മാത്രം അവിടെ നിന്ന് നിഹാൻകുട്ടനെ കണ്ടുകൊണ്ട് ഇതാണ് നമ്മുടെ ജാക്കിനെ നമ്മൾ വൈകുന്നേരം ഒന്ന് അഴിച്ച് പുറത്തേക്ക് ഇരിക്കുക. ഇവനാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, നമ്മുടെ വീട് നോക്കുന്നവന്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.